കണ്ണു തുറക്ക നോക്കാൻ. വൈഷ്ണവി എവിടെയാടാ? ഇത്രയും നടന്നതിന് ശേഷം ഞാൻ സത്യം പറയുന്ന വിചാരിച്ചോ? അതും ശരിയാ, പറയേ. അതെന്താണെന്ന് നിനക്കറിയോ? സെൽ ബോംബ്. വീട് മുഴുവൻ ഞാൻ ഗ്യാസ് ലീക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഫോൺ ഞാൻ അവിടെ വച്ചിട്ട് പോവും. പുറത്തേക്ക് പോയി ഞാൻ എന്റെ സെൽഫോണിൽ നിന്ന് ഈ സെൽഫോണിലേക്ക് ഒരു കോൾ ചെയ്യും. അത് വൈബ്രേറ്റ് ആയി ബക്കറ്റിനകത്ത് വീണ ഉടനെ ലൈറ്റ് കത്തും. ബോംബ് പൊട്ടിത്തെറിക്കും. എന്നിട്ട് നീയും മുകളിലുള്ള 4 പേരും ക്ലോസ്. ഹേയ്, ഇതിൽ ഇവനൊരുത്തൻ ആവശ്യമില്ലാതെ സമയം കളയാനായിട്ട്. സാർ, വൈഷ്ണവി ഇനിയും വന്നിട്ടില്ല സാർ. ഞങ്ങൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാണ് സാർ. മിസ്റ്റർ സൈക്കോ കില്ലർ, നീ ഉള്ള വീട്ടിലെ ഇപ്പൊ പോലീസ് ചുറ്റിയിട്ടുണ്ട്. ഉള്ളിലുള്ളവരെ ഒന്നും ചെയ്യാതെ സറണ്ടർ ആവാൻ നോക്ക്. 10 മിനിറ്റ് ടൈം തരാം.
മര്യാദയ്ക്ക് നീ വെളിയിൽ വന്ന് സറണ്ടർ ആയ ഓക്കെ, ഇല്ലെങ്കിൽ ഞങ്ങളെ ഉള്ളി വരും. ഓൺലി 10 minutes. സൈക്കോയെ പറ്റി അറിഞ്ഞ പോലീസ് ആ വീട് ചുറ്റിവളഞ്ഞ് സൈക്കോയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൈക്കോ എടുത്ത് സറണ്ടർ ആവാൻ പറഞ്ഞ് 10 മിനിറ്റ് കൊടുത്തിരിക്കുന്നു എന്നാണ് ന്യൂസ് വന്നിരിക്കുന്നത്. ആ വിഷ്വൽസ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എടാ, വൈഷ്ണവി എവിടെയാണെന്ന് പറയണോ? ഇനി ഞാൻ പറയാം. പോകുന്നോ? പോകുന്നോ? പറയുന്നോ? പറയടാ. ഹലോ, അകത്തുള്ളവര് സേഫ് ആയിട്ടുണ്ടാവണമെങ്കിൽ എനിക്ക് സേഫായി രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ടാക്കുക. ആദ്യം ഒരു ജീപ്പ് അറേഞ്ച് ചെയ്യ. ഇതിലൊരുത്തനെ ഹോസ്റ്റേജായി ഞാൻ കൊണ്ടുപോകും. എന്നെ പിടിക്കാൻ ശ്രമിച്ച വീട്ടില് ബോംബ് പൊട്ടിത്തെറിക്കും. ഗെറ്റ് ദ ജീപ്പ് റെഡി. യെസ് മാഡം. മാഡം, സൈക്കോയുടെ ഫോട്ടോ വന്നിട്ടുണ്ട്. മേഘനയെ നീ ഈ ചുറ്റിയെ കൊണ്ടല്ലേ കൊന്നത്. നിനക്ക് അവളെ കൊല്ലാൻ എങ്ങനെ മനസ്സ് വന്നു? നിന്റെ അമ്മയെ പോലെയുണ്ടെന്ന് ഓരോ പെൺകുട്ടികളായി കൊന്നുകൊണ്ടിരിക്കുവാണല്ലോ. തെറ്റല്ലേ? തെറ്റല്ലേ? തെറ്റെല്ലാം നീ ചെയ്തിട്ട് കുറ്റം എന്റെ വെറുതിട്ട് എങ്ങനെയാ? ഇപ്പോ വന്ന ന്യൂസ് സൈക്കോയെ പറ്റി മുഴുവൻ കാര്യവും അറിഞ്ഞിരിക്കുകയാണ്. സൈക്കോയുടെ പേര് ശ്രീനിവാസ് പ്രഭൻ. ഇയാൾ പ്രോപ്പർ തമിഴ്നാട് രാമേശ്വരം. ഇതിനു മുന്നേ പോലീസ് ചുറ്റി വളഞ്ഞ വീടിന് ഇയാൾ 2 മാസമായിട്ട് ഇവിടെ പെയിന്റിംഗ് ചെയ്തതായിട്ട് അറിഞ്ഞിരിക്കുന്നു. ഇയാൾ ഇരിക്കുന്ന സ്ഥലം പോലീസ് കണ്ടുപിടിച്ചിട്ട് പോലും ഇയാൾ എന്തിനാ കൊല ചെയ്തതെന്ന് ഇതുവരെയ്ക്കും ആർക്കും അറിയില്ല. ഇപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നറിയോ? ഞാൻ വേഗം പുറത്തേക്ക് ഓടിപ്പോയി. ഞാൻ സൈക്കോന്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടെന്നും ബാക്കി 4 പേർ റൂമിലുണ്ടെന്നും പറയും. പോലീസ് അകത്തേക്ക് വരും. അവരകത്തേക്ക് വന്ന ഉടനെ ബോംബ് പൊട്ടിത്തെറിക്കും.
ഇത്രയും പേര് ഒരുമിച്ച് മരിക്കണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്. എന്റെ തലയിലേക്ക് കണ്ണുവച്ച് പോലീസിന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടുത്തി വൈഷ്ണവിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോ. എന്തെന്ന് വെച്ചാൽ എനിക്ക് അവളെ കൊന്ന കുറ്റം നിന്റെ തലയിൽ ചുമത്തണം. അതിനുശേഷം നീ ആരോ ഞാനാരോ. ഇത്രയും പേരുടെ ജീവൻ രക്ഷിച്ച് നീ ചാവാൻ പോകുന്നോ, അതോ വൈഷ്ണവി ആരാന്ന് കണ്ടുപിടിച്ച് പറഞ്ഞിട്ട് നീ ഇവിടുന്ന് രക്ഷപ്പെടുന്നോ? ശരി, ഞാൻ നിന്നെ വൈഷ്ണവിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാം. ഗുഡ്. കയ്യിൽ ഗണ്ണുണ്ടെന്ന് പറഞ്ഞ് എന്നെ അവിടെ കൊണ്ടുപോയി പെടുത്താൻ നോക്കല്ലേ. അതിൽ ബുള്ളറ്റ്സ് ഒന്നുമില്ല. Move. എടാ വാടാ. എങ്ങോട്ടടാ? എന്താടാ അകത്ത് ബോംബുള്ള കാര്യം നീ മറന്നോ? മറന്നിട്ടില്ലടാ. നീ ഫോൺ ചെയ്താലേ ബോംബ് പൊട്ടിത്തെറിക്കൂ. എൻ്റെ കയ്യിൽ ഗണ്ണുണ്ട്. പക്ഷേ നീ ഫോൺ ചെയ്താൽ പോലീസ് നിന്നെ സംശയിക്കില്ലേ? പിന്നെ എങ്ങനെ നീ കോൾ ചെയ്യും? ഓ, അങ്ങനെയാണോ നീ പറഞ്ഞു വരുന്നത്? എന്നാ ഇപ്പം നോക്ക്. Hey Siri, call the bomb. ശരി, ഞാൻ നിന്നെ വൈഷ്ണവിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകും. എന്ന് വെച്ചാ നീ എന്നെ പോലീസിന് വിട്ടുകൊടുക്കാൻ പോവാണോ? ചേച്ചേ, ഇത്രയും റിസ്ക് എടുത്ത് നിന്നെ പോലീസിന്റെ കയ്യിൽ പിടിച്ചു കൊടുക്കാൻ വേണ്ടിയാണോ? എൻ്റെ കൈ കൊണ്ട് കൊന്നാലല്ലേ മാഗ്നയുടെ ആത്മാവിന് ശാന്തി കിട്ടൂ. ഓ, നീ ആ റൂട്ടിൽ വരെ അല്ലേ? ബുള്ളറ്റ്സ് ഇല്ലാത്ത ഗണ്ണ് വെച്ച് നീ എന്ത് ചെയ്യാനടാ? ചോദിച്ചപ്പോൾ ജീപ്പ് തന്നവര് ചോദിച്ചാൽ ഗണ്ണ് തരാതിരിക്കുകയോ? മാഡം, എനിക്കൊരു ഗണ്ണ് വേണം, ഫുള്ളി ലോഡഡ്. എനിക്കൊരു ജീപ്പ് അറേഞ്ച് ചെയ്യണം. എനിക്കൊരു ഗണ്ണ് വേണം. എനിക്കൊരു ജീപ്പ് അറേഞ്ച് ചെയ്യണം. എനിക്കൊരു ഗണ്ണ് വേണം. മാഡം, ഷൂട്ട് ചെയ്യട്ടെ? നോ. എന്തു പറ്റി മാഡം? ഇതിനു മുമ്പ് ഫോണില് സംസാരിച്ച ആളിതല്ല. സോ ഗണ്ണ് പിടിച്ചിട്ടുള്ള ആള് സൈക്കോ അല്ല. എന്തോ നടക്കുന്നുണ്ട്. ലെറ്റ് us wait and see. Get the gun ready with dummy bullets. പ്രവൻ, നീ എന്തിനാ ഗണ്ണ് പിടിച്ചിരിക്കുന്നത്? നിന്നെ എന്തിനാ സൈക്കോ എന്ന് പറയുന്നത്? നിന്നെ എന്തിനാ സൈക്കോ എന്ന് പറയുന്നത്? അകത്തുള്ളവര് പുറത്തേക്ക് വന്നു കഴിഞ്ഞാ ഞാനാ ശരിക്കുള്ള സൈക്കോന്ന് എല്ലാവർക്കും മനസ്സിലാവും. എന്റെ ടാർഗറ്റ് വൈഷ്ണവിയ. അവളെ ഞാൻ എങ്ങനെ കൊല്ലുമെന്ന് നീ കാത്തിരുന്ന് കാണാം. മാഡം, എന്നെ രക്ഷിക്കേ. മാഡം, എന്നെ ഒന്ന് രക്ഷിക്കേ. എനിക്ക് വേണ്ടി ഒരു ജീപ്പ് അറേഞ്ച് ചെയ്യൂ. മാഡം, എന്നെ ഒന്ന് രക്ഷിക്കേ.
പെർമിഷൻ ആരാ നിങ്ങൾക്ക് തന്നത്? അവൻ കൊന്നവരിൽ എന്റെ അനിയത്തിയുണ്ട് മാഡം. അവൻ ജീവനോടെ ഇരിക്കാൻ പാടില്ല. വേണമെങ്കിൽ എന്നെ സസ്പെൻഡ് ചെയ്തോളൂ. നീ ഷൂട്ട് ചെയ്തതല്ല സൈക്കോ, അവനൊരു പാവാ. വാട്ട്? I'm sorry, madam. തിരയെല്ലാം മാഞ്ഞിടും നിമിഷമേ, സത്യങ്ങൾ പുറത്തേക്കറിയുമേ, ജീവിതത്തിൽ തെറ്റുകൾ ചെയ്താൽ ശാപങ്ങൾ തലയിൽ നിറഞ്ഞിടും. അരങ്ങേറ്റം 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 അരങ്ങേറ്റം